ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേന്ത്രപ്പഴം മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ല പോലെ പഴുത്തിട്ടുള്ള പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കനം കുറഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. നേന്ത്രപ്പഴം വെച്ചിട്ടൊക്കെ നമ്മൾ പലഹാരങ്ങൾ തയ്യാറാക്കുമ്പോൾ 2-3 നേന്ത്രപ്പഴമൊക്കെ എടുക്കാറുണ്ട്. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരു നേന്ത്രപ്പഴം മാത്രം മതി കേട്ടോ. ഈ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ 2-3 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും. എത്രത്തോളം കനം കുറഞ്ഞിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം കനം കുറഞ്ഞിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഇത് നമ്മൾ മടക്കിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അത്യാവശ്യം നല്ലപോലെ പഴുത്ത പഴം, അതുപോലെ തന്നെ നല്ല മധുരമുള്ള പഴം എടുക്കുക കേട്ടോ. നല്ലപോലെ മധുരമുള്ള പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളിതിൽ ചേർക്കുന്ന പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു പഴാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 6-7 പീസോളം ആക്കിയെടുക്കുന്നുണ്ട്. പഴം എന്താ ഇവിടെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കനം കുറച്ചിട്ട് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യിന് പകരം നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കുക. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട, വെറും 2 ടീസ്പൂൺ മാത്രം മതി. നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പഴത്തിൻ്റെ പീസുകൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 1 മിനിറ്റോളൊക്കെ വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഒരു സൈഡ് ആയി കിട്ടും. പഴത്തിൻ്റെ പീസുകളെല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കനം കുറഞ്ഞിട്ട് നമ്മൾ മുറിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ 1 മിനിറ്റ് ആയപ്പോഴത്തേക്കും ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നല്ല പഴുത്ത പഴമൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം. അടിവശമൊന്നും കരിഞ്ഞു പോവാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ്. ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം ആ ഒരു വശം ഏകദേശം 1 മിനിറ്റോളം തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഇത് മുഴുവനായിട്ടും തന്നെ കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു നെയ്യിൽ കിടന്നിട്ട് തന്നെ ഇതൊന്ന് കുക്കായിട്ട് കിട്ടണം. അപ്പോൾ അതാ പഴമൊക്കെ 2 സൈഡും നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. പഴത്തിൻ്റെ പീസൊക്കെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഒരു പാൻ തന്നെയാണ് സ്റ്റൗവിൽ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ ചിരവിയതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിലൊരു ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫില്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. 2-3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതായത് ഈ ഒരു തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ലപോലെ പോയി കിട്ടണം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1-2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ഭാഗത്തോളം തേങ്ങത്തെ ഒരു വെള്ളപ്പറ്റൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തേങ്ങ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചെറിയൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2-3 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ വെച്ചിട്ടാണ് ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര മധുരം വേണ്ടെങ്കിൽ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട, 1 ടേബിൾ സ്പൂൺ മാത്രം മൈദ ചേർത്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂണോളം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടേണ്ടത്. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദയുടെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് മധുരമുള്ളൊരു പലഹാരം ആയതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ പാലും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ബാറ്റർ. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കി എടുക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള സെയിം പാൻ തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ ഒരു നെയ്യ് എല്ലാ വശത്തും ഒരേ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാൻ അത്യാവശ്യം ചൂടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അത് നെയ്യൊക്കെ നല്ലപോലെ എല്ലാ വശത്തും സ്പ്രെഡായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ ഒരു ബാറ്റർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ബാറ്ററും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പകുതി ബാറ്ററാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വലിയ പാനൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ടുള്ള ബാറ്ററും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതൊരു 10-15 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും നല്ലപോലെ കുക്കായി കിട്ടും. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ അതൊരു 15 സെക്കൻഡോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പഴത്തിൻ്റെ പീസുകൾ വെച്ച് കൊടുക്കുക. ഈ സമയം കൊണ്ട് തന്നെ ഇതൊരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ പീസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് മുഴുവനായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാ പീസും ഒരേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ പഴത്തിൻ്റെ പീസും ഒരേപോലെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിത് ഒരേ ലെവലിൽ വെച്ചാലേ ഉള്ളൂ കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി കൂടുതലായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പഴമൊക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുത്തൊന്ന് റോൾ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ പഴത്തിൻ്റെ പീസൊക്കെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ മിക്സ് ഞാൻ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുന്നത്. എന്നാലേ എല്ലാ വശത്തും ഒരേപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ഫില്ലിങ്സ് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഈ ഒരു ഫില്ലിങ്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് തേങ്ങയുടെ മിക്സൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്സ് ഇപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പഴമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്സ് ഒക്കെ ഇട്ടപ്പോഴേക്കും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു സൈഡ് നമുക്കിത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്നും മടക്കിയെടുക്കാൻ. പിന്നെ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിതിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ അതാ ഇതേ രീതിയിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകൾ വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പലഹാരം. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ചൂടോടുകൂടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മുട്ട ചേർത്തിട്ടുള്ള ഏത് പലഹാരവും നമ്മൾ ചൂടോടുകൂടെ കഴിക്കാനാണ് ടേസ്റ്റ്. അതിൻ്റെ ആ ഒരു ചൂട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. പഴം വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ വരുമ്പോൾ ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. പഴം വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ എന്നും ഒരേ രീതിയിലൊക്കെ തയ്യാറാക്കാതെ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ അകത്ത് ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പീസും പിന്നെ അതുപോലെ തന്നെ തേങ്ങൻ്റെ ആ ഒരു മിക്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ 1-2 പീസ് കഴിച്ചാൽ തന്നെ കുട്ടികൾക്കൊക്കെ വയറ് നിറയും. ഇതേപോലത്തെ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരുപാടെണ്ണം തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്നൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 2-3 പേർക്ക് തന്നെ കഴിക്കാനുള്ളതുണ്ടാവും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഒരു പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചീകിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.